സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവനാരായണൻ സങ്കടത്തോടെ പറയണേണ്, എൻ്റെ മക്കൾ അമിത ലാഭമൊന്നും പ്രതീക്ഷിച്ചില്ല ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചത്. തൽക്കാലം അവർക്കൊന്ന് പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു മാർഗം, അതിനെ അത്രയും മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയല്ല എൻ്റെ മക്കൾക്ക് ഈ അവസ്ഥ വന്നത്. അതേക്കുന്നതും സിയായി പറയണേ, ഇന്നത്തെ കാലത്തെ വീട്ടിലെ ചോറ് വീട്ടിലെ ഊണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംരംഭങ്ങൾ ഇതുപോലെ ഇറങ്ങുന്നുണ്ടല്ലോ. ഇതുപോലെ പല കൃത്രിമമായ കാര്യങ്ങളും പല ചെയ്തികളും ഇതുപോലെ നമ്മൾ എത്രയോ ദിവസങ്ങളിൽ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. അതുപോലൊരു സംഭവം ഇവിടെ ഇപ്പോൾ മൂവി നടന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അതിക്രമം നടന്നിട്ടും ഞങ്ങൾ പോലീസുകാർക്ക് അങ്ങനെ കണ്ണടച്ചതും കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് കേസ് അതിൻ്റേതായ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. തൽക്കാലം വരണ്ണേ രാധികനെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കുക. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ വ്യക്തമായൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. ഈ സമയം മുത്തശ്ശി പറയണേ, സാറേ എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകരുത്. അതേക്കുന്നതും സിയെ ചോദിക്കണേ, നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ കുറ്റം ചെയ്തിരിക്കുന്നത് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളോ അല്ലെങ്കിൽ കേസ് അന്വേഷിക്കാൻ വന്ന ഞാനോ അതും അല്ലെങ്കിൽ ഇവിടുത്തെ വന്നിരിക്കുന്ന ഹെൽത്തിൽ ഉദ്യോഗസ്ഥരോ ആണെന്ന്. നിങ്ങളുടെ കൊച്ചുമക്കൾ മാത്രം ഒരു തെറ്റും ചെയ്യാത്ത പുണ്യാൽ മക്കൾ അല്ലേ? ദേ നിങ്ങളോടൊക്കെ സംസാരിച്ച് നിൽക്കാനേ എനിക്ക് തീരെ സമയമില്ല. നോക്കി നിൽക്കാതെ ഇവന്മാരെ രണ്ടുപേരും പിടിച്ച് വണ്ടി കയറ്റാൻ നോക്ക്. അന്നേരം വരൻ പറയുന്നുണ്ട്, മുത്തശ്ശി അച്ഛാ നിങ്ങൾ ആരും വിഷമിക്കല്ലേ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ ഞങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ആ ഒരു വിശ്വാസം മാത്രം നിങ്ങളുടെ ഉള്ളിലുണ്ടായാൽ മാത്രം മതി. ഇതുപോലെ പല പരീക്ഷണങ്ങളും മുമ്പിൽ കണ്ടവരല്ലേ. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഞങ്ങളെ ആർക്കും തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. അന്നേരം രാധിക പറയുന്നുണ്ട്, അതേ അച്ഛാ, ജീവിതത്തിൽ കുറേ പരീക്ഷണങ്ങൾ നേരിട്ട് തന്നെയാണ് നമ്മളിവിടെ വരെ എത്തിയത്. ഇതോ അതിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കരുതിയാൽ മതി. ദൈവം എന്തെങ്കിലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും. തൽക്കാലം ഇവരുടെ ജോലി ചെയ്യട്ടെ. ഈ സമയം മുത്തശ്ശി കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പറയണേണ്, എന്നാലും മനുഷ്യത്വം ഇല്ലാത്ത ഏതോ ചിലർ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കളാണല്ലോ എന്നും പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുവാണ് മുത്തശ്ശി. ഈ സമയം മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും ചന്ദ്രകയാണെങ്കിൽ കുറ്റബോധം കൊണ്ട് നീറിപ്പ് കഞ്ഞങ്ങനെ നിൽക്കുവാണ്. അന്നേരം സി ഐ ആണെങ്കിൽ അവർ രണ്ടുപേരെയും പിടിച്ച് ജി പി കയറ്റാനായിട്ട് കോൺസ്റ്റബിളിനോട് പറയുവാണ് കേട്ടോ. ഈ സമയം അവർ രണ്ടുപേരെയും കോൺസ്റ്റബിൾ എന്ന് ജീപ്പിലേക്ക് പിടിച്ച് കയറ്റാൻ തുടങ്ങുമായിരിക്കും. അന്നേരം മേഘമോള് രാധികയുടെ അരികിലേക്ക് ഓടി വരുക. എന്നിട്ട് രാധികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയണേ, ചേച്ചിയെ കൊണ്ടുപോകല്ലേ സാറേ, ചേച്ചി ഒരു തെറ്റും ചെയ്യില്ല. ചേച്ചി കാരണമല്ലേ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ പിറന്നാൾ ആഘോഷിച്ചത്. ചേച്ചിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ പറ്റൂ. ചേച്ചീനെയും ചേട്ടനെയും കൊണ്ടുപോകല്ലേ സാറേ എന്നും പറഞ്ഞ് മേഘ നിന്ന് കരയുവാണ് കേട്ടോ. ഈ സമയം മോളെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ചന്ദ്രിക. അന്നേരം മേഘ പറയണേ, അമ്മേ പറഞ്ഞു കൊടുക്കമ്മേ, ചേച്ചി ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയാം. ചേച്ചിയുടെ സ്നേഹം നമ്മളിന്ന് നേരി കണ്ടതല്ലേ. അങ്ങനെയുള്ള ചേച്ചിക്ക് ഇങ്ങനൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അമ്മ പറ ചേച്ചിയെ കൊണ്ടുപോകല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞ് മേഘ കരയുവാണ്. ഈ സമയം മോഹൻ പറയണേ, ഏതാ കുട്ടി, ആ കുട്ടി ഒന്ന് പിടിച്ച് മാറ്റും. അങ്ങനെ ഒരു വനിതാ കോൺസ്റ്റബിൾ വന്ന് മേഘയെ പിടിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുവാണ് കേട്ടോ. എന്നാൽ മേഘയാണെങ്കിൽ രാധികയെ മുറുകെ ചേർത്ത് പിടിക്കുക. ഇല്ല, ഞാൻ പോകില്ല, ചേച്ചിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അന്നേരം രാധികയെ മേഘയെ പിടിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മോളെ ചേച്ചി പറയുന്നൊന്ന് കേൾക്ക്, സമാധാനമായിട്ടിരിക്കുക. ഇല്ല, ചേച്ചിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അന്നേരം ചന്ദ്രിക പറയണേ, മാഡം അവരെ കൊണ്ടുപോകരുത്, അവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് അവരല്ല, അവർക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാനാണ് പായസത്തിൽ വിഷം ചേർത്തത്. ചന്ദ്രികയുടെ വെളിപ്പെടുത്തൽ കേൾക്കുന്നതും എല്ലാവരും അവിടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം സി ഐ പറയണേ, ആഹാ കൊള്ളാം, മുതലാളിമാരെ രക്ഷിക്കാൻ തൊഴിലാളിയുടെ അടുത്തടവ് അല്ലേ. സ്വയം കുറ്റം അങ്ങ് ഏറ്റെടുത്ത് തനിക്ക് ശമ്പളം തരുന്ന മുതലാളിമാരോട് കൂറ് കാണിക്കുന്നു. പക്ഷേ ഇതൊന്നും ഇവിടെ വരെ പോകാൻ പോകുന്നില്ല. അല്ല സാറേ, ഞാൻ സത്യമോ പറഞ്ഞത്? ആ പായസത്തിൽ വിഷം ചേർത്തത് ഞാൻ തന്നെയാ. അതവിടെ പരിപാടി നടന്ന സ്ഥലത്ത് വെച്ചാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെ ചെയ്തത് സാറാ മേഡം പറഞ്ഞിട്ടാണ്. ആറ്റുവാശ്ശേരി സദ്യ എന്ന പേരിൽ രാധികമോള് നടത്തുന്ന ഈ സംരംഭം ഇല്ലാതാക്കണം, അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവരെന്നെ കൊണ്ട് ചെയ്യിച്ചതായി ക്രൂരത. രാധികയുടെ അരികിലേക്ക് ജോലി അന്വേഷിച്ച് ഞാനായിട്ട് വന്നതല്ല, സാറാ മേഡം എന്നെ പറഞ്ഞയച്ചതായിരുന്നു ആറ്റുവാശ്ശേരി എന്നേക്കോയി തകർക്കാനായിട്ട്. അവർ പറഞ്ഞത് പ്രകാരം ഞാൻ രാധികമ്മളുടെ അരികിലേക്ക് എത്തിയതും രാധികയ്ക്ക് മുമ്പിൽ അങ്ങനെയൊക്കെ അഭിനയിച്ചതും. അത് കേൾക്കുന്നതും രാധികയ്ക്കും വരണമൊക്കെ അങ്ങ് നല്ല പോലെ ദേഷ്യം വരുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രിക പറയുന്നുണ്ട്, എല്ലാം എൻ്റെ തെറ്റാണ്. ഒരൽപ്പം പൈസ കിട്ടാനായിട്ട് എൻ്റെ ഗതികേട് മൂലം അവർ പറയുന്നതെല്ലാം എനിക്ക് ചെയ്യേണ്ടി വന്നു. എന്നാൽ എൻ്റെ മോളുടെ പിറന്നാൾ രാധിക അവളെ ചേർത്ത് പിടിച്ച് ആഘോഷിച്ചില്ലേ, അതെല്ലാം കണ്ടപ്പോൾ രാധികയുടെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത കുറ്റബോധം തോന്നി.
എൻ്റെ മുമ്പിൽ വേറെ മാർഗ്ഗമില്ലാതെ ഞാൻ ചെയ്തു പോയതാ, മാപ്പാക്കണം, എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞ ചന്ദ്രിക അവിടെ നിന്ന് കരഞ്ഞ് മാപ്പപേക്ഷിക്കുവാണ് കേട്ടോ. അന്നേരം അമ്മയുടെ വെളിപ്പെടുത്തൽ കേൾക്കുന്നതും മേഘമാകെ തകർന്നു പോകുവാണ്. ഈ സമയം വരുൺ സിയയോട് ചോദിക്കണേ, എന്തുപറ്റി സാറേ, സാർ ഇവർ പറഞ്ഞതെല്ലാം കേട്ടില്ലേ? ഞങ്ങൾക്ക് വിഷം കലർത്തിയതുമായിട്ട് യാതൊരു പങ്കുമില്ലെന്ന് ഇവരുടെ വെളിപ്പെടുത്തലിൽ നിന്ന് തന്നെ വ്യക്തമില്ലേ? ഇപ്പോൾ ആരാ ഇതിൻ്റെ പിന്നെ കളിച്ചതെന്ന് സാറിന് ബോധ്യപ്പെട്ട് കാണുമല്ലോ. എന്തായിരുന്നു ഇത്രയും നേരം സാറിൻ്റെ ആദർശം പറച്ചിലൊക്കെ? ഇപ്പം അതൊക്കെ എവിടെ പോയി? എന്താ സത്യങ്ങളൊക്കെ തെളിഞ്ഞപ്പോൾ സാറിനൊന്നും പറയാനില്ലേ? സാറിൻ്റെ നീതി നടപ്പാക്കാനുള്ള താല്പര്യവും ഊർജ്ജവും ഒക്കെ എവിടെ പോയി? എല്ലാം അങ്ങ് ആവിയായി പോയോ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ഇവർ പറഞ്ഞത് കേട്ടല്ലോ. സാറാ, അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാറിനെ കൊണ്ട് പറ്റുമോ? നിങ്ങളിവിടെ പൈസ കൊടുത്തിറക്കിയത് തന്നെ അവരായിരിക്കുമല്ലേ. അവരോട് കൂറ് കാണിക്കാതിരിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ലല്ലോ. ഇതെല്ലാം കേട്ടിട്ടും സാറിന് ഞങ്ങളിവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നാണെങ്കിലേ പൊക്കോ, ഞങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാലേ ഇനി കോർട്ടിൽ നേരിട്ടോലാം. ഈ സമയം രാധിക പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾ ഈ പറഞ്ഞ കാക്കി യൂണിഫോം എങ്ങനെ നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ആലോചിച്ചായിരുന്നല്ലോ ഇത്ര നാളഞ്ഞ് നിങ്ങൾ നടന്നത്. അതിൻ്റെ പേരിൽ ഞങ്ങളോട് പ്രതികാരം തീർക്കാനാണല്ലോ നിങ്ങൾ കാത്തിരുന്നതും കിട്ടിയ അവസരം പ്രയോഗിച്ചതുമൊക്കെ. കഷ്ടപ്പെട്ട ആ കാക്കി തിരിച്ച് നേടിയിട്ടും നിങ്ങൾ നിങ്ങളുടെ പഴയ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റവും കാണിക്കുന്നില്ലല്ലോ. എന്തിനാ സാർ ഇത്ര നല്ല ജോലിയെ ഇങ്ങനെ വിലയില്ലാതാക്കി മാറ്റുന്നത്? അങ്ങനെ രാധികയുടെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നും തിരിച്ചു പറയാനാവാതെ തലയും തഴുത്ത് നിൽക്കുവാണ് കേട്ടോ മോഹനും സംഘമൊക്കെ. അങ്ങനെ അവർ നാണംകെട്ട് അവിടെ നിന്നും തിരിച്ചു പോകുവാണ്. പിന്നീട് രാധിക നേരെ പൂജാമുറിയിലെത്തുവാണ്. ഭഗവാന് മുമ്പിൽ തൊഴുത് പ്രാർത്ഥിക്കുക രാധിക. ഭഗവാനെ, വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു മുമ്പിലുണ്ടായത്. നിസാരാപത്തിൽ നിന്നല്ലോ ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചത്. ഇനിയുള്ള കാലം മുഴുവൻ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലെ അടിമകൾ തന്നെയായിരിക്കും. ഇത്തരം ആൾക്കാർ കൂട്ടമിട്ട് നിന്ന് ഞങ്ങൾ തകർക്കാൻ നോക്കിയിട്ടും ഭഗവാൻ ഞങ്ങളെ വിട്ടുകൊടുത്തില്ലല്ലോ. എല്ലാ ആപത്തിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിച്ചില്ലേ? ഇനി അങ്ങോട്ടുള്ള കാലത്തും നിൻ്റെ അനുഗ്രഹവും കാവലും ഒക്കെ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞ രാധിക ഭഗവാന് മുമ്പിൽ ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമുണ്ടോ. അവിടെ പത്മിനിയും പരമേശ്വരനും കൂടി വരുണിൻ്റെ രാധികയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ആകെ സങ്കടത്തോടിരിക്കണേ. എന്നാലും പരമേശ്വരേട്ടാ, നമ്മുടെ മക്കൾ എല്ലാം നഷ്ടപ്പെട്ട് നിന്ന് പടിയിറങ്ങിയപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, എല്ലാം നന്നാകും, എല്ലാം ശരിയാകും എന്നൊക്കെ. അങ്ങനെ അവർ ജീവിതത്തോട് പൊരുതി മുന്നേറുമായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് അവർക്ക് മുമ്പിൽ ഇതുപോലെ വീണ്ടും പരീക്ഷണങ്ങളാണല്ലോ നേരിടേണ്ടി വരുന്നത്. രാധിക മോള് എത്ര കഷ്ടപ്പെട്ട ആറ്റുവാശ്ശേരി സദ്യ എന്ന് പറഞ്ഞ ആ പേരുണ്ടാക്കിയത്, അതെല്ലാം തകർന്നില്ലേ? അന്നേരം പരമേശ്വരൻ പറയണേ, അതാണ് ശത്രുക്കളുടെ മിടുക്ക്. ആറ്റുവാശ്ശേരിയിൽ നിന്ന് അവരെ പടിയിറക്കി വിട്ടപ്പോൾ അവരെല്ലാ അർത്ഥത്തിലും തോറ്റു എന്നാണ് ഇവിടെയുള്ളവരൊക്കെ വിചാരിച്ചത്. എന്നാൽ അവരങ്ങനെ തോറ്റില്ല. തല ഉയർത്തിപ്പിടിച്ച് നിന്ന് ജീവിതത്തോട് പൊരുതുക മാത്രമേ ചെയ്തുള്ളൂ. അതൊന്നും കണ്ട് അവർക്ക് സഹിച്ചു കാണില്ല. അതുകൊണ്ടല്ലേ അവരോട് ഇങ്ങനൊരു ക്രൂരത കാണിച്ചത്. എന്താണെങ്കിലും പരമേശ്വരേട്ടാ, നമ്മുടെ മക്കളോട് ഈ ക്രൂരത കാണിച്ചത് ആരാണെങ്കിലും ശരി, അവർക്കതിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞവർ സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്താണ് ചന്ദ്രശേഖരനും സാറയും കൂടി താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി? എന്താ ഏട്ടനും ഏട്ടത്തിക്കൊക്കെ ഒരു വിഷമം? ഓ, വരുണിൻ്റെ രാധികയുടെ കാര്യം ഉറച്ചതാണോ? അന്നേരം സാറ് പറയണേ, അല്ലാതെ പിന്നെന്താ, മകനെയും മരുമകളെയും എപ്പോഴാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് ആലോചിച്ചിരിക്കുമായിരിക്കും. പണ്ടായിരുന്നെങ്കിൽ കണിമംഗലത്തെ പരമേശ്വരനൊന്ന് വിളിച്ചു പറഞ്ഞാൽ പോലീസുകാരൊക്കെ വാക്കുകൾ അനുസരിക്കാൻ നിൽക്കുവാണല്ലോ. എന്നാലിപ്പോൾ അങ്ങനെ നിൽക്കാൻ ആരുമില്ലല്ലോ. അന്നേരം പത്മിനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പത്മിനി പറയുവാണ്, എൻ്റെ പരമേശ്വരേട്ടനെ മറ്റുള്ളവരോട് സംസാരിച്ച രീതി, ഏത് സഹായങ്ങളൊന്നും ആരും അത്ര പെട്ടെന്നൊന്നും മറന്നു കളയുന്നവരല്ല. പിന്നെ ഏട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നും പറഞ്ഞ് അവരാരും ഏട്ടനോട് മുഖം തിരിച്ച് സംസാരിക്കുകയില്ല. അന്നേരം സാറ പറയുവാണ്, ഇതാണ് ഈ തറവാടികളായ പെണ്ണുങ്ങളെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നൊരു കാര്യം. ഈ കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയാലും ശരീരത്തിലെ മുഴുവൻ ചോരയും നഷ്ടപ്പെട്ടു പോയാലും ശരി, ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ അന്തസ്സിന് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ലെന്ന് കാണിക്കാനായിട്ട് പോരാടുകയും ചെയ്യുമല്ലോ. അതൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഈ സമയം പരമേശ്വരൻ പറയണേ, സാറൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തറവാട് കാണുമ്പോൾ അത് തറവാടാണെന്ന് മനസ്സിലാകും. പക്ഷെ തറവാടത്തും എന്താണെന്ന് എല്ലാവർക്കും അങ്ങനെ മനസ്സിലാകണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ പരമേശ്വരനും സാറൊക്കിട്ടൊരു കൊട്ടു കൊടുക്കുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, ഏട്ടന് വേറെ പണിയൊന്നുമില്ലല്ലേ? വെറുതെ സാറേ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ നോക്കി സാറയുടെ അപ്രീതി വാങ്ങണമെന്ന് കരുതിക്കൂട്ടി തന്നെ ഇറങ്ങിയിരിക്കുവാണോ? അന്നേരം പരമേശ്വരൻ പറയണേ, എനിക്ക് ആരുടെ പ്രീതി പിടിച്ചു പറ്റുകയോ അപ്രീതി വാങ്ങുകയോ ഒന്നും വേണ്ട. ഞങ്ങളായിട്ട് അങ്ങോട്ട് ആരുടെ അരികിലേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ പറയാനും മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ കുത്തി നോവിക്കാനും വരുന്നില്ലല്ലോ. ആ ഒരു മര്യാദ തിരിച്ച് ഞങ്ങളോടും കാണിക്കാം, അത്രേ ഉള്ളൂ. അതൊന്ന് പറഞ്ഞുപദേശിച്ചേക്ക്. ഈ സമയം സാറ് പറയണേ, വേണ്ട ചന്ദ്രശേഖര, എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട. കേമന്മാരായ മക്കളെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഞാനിവർക്കുള്ള മറുപടി കൊടുത്തോളാം. എന്താണെങ്കിലും എൻ്റെ കണ്ണുകൾ ഭാഗ്യമുള്ള കണ്ണുകളാണ്. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാഴ്ചയും അതിൻ്റെ കൺമുമ്പിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ.
അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ സാറ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജോൺസൻ്റെ മോനെയാണ്. അങ്ങനെ മോൻ പതി എഴുന്നേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം ജോൺസനും ജോൺസൻ്റെ ഭാര്യയും അരികിലിടുന്ന് മോന് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് വരുണിൻ്റെ അധികം കുട്ടീനെയും ജോൺസനെയൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് എത്തുന്നത്. ജോൺസൺ ചേട്ടാ, രാധികയോ വരൂ. കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മനസ്സിനാകെ ഒരു വല്ലാത്ത ഭാരമാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങൾ വിളമ്പിയ സദ്യ കൂടിയാണല്ലോ മക്കൾക്ക് ഈ അവസ്ഥയുണ്ടായത്. അതോടത്ത് വല്ലാത്ത സങ്കടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യം തെളിഞ്ഞല്ലോ. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായ ചന്ദ്രിക എന്ന് പറഞ്ഞ ആ സ്ത്രീ തന്നെയാണ് വിഷം കലർത്തിയെന്ന് അവരായിട്ട് തന്നെ സമ്മതിച്ചല്ലോ. എല്ലാത്തിൻ്റെ പിന്നിൽ ആ സാറ് തന്നെയായിരുന്നു. ഈ സമയം ജോൺസൺ പറയണേ, സത്യം പറഞ്ഞാൽ ഈ സാറുമായിട്ട് ഞങ്ങൾക്ക് അത്ര വലിയ അടുത്ത ബന്ധമൊന്നുമില്ല. ഒരകന്ന ബന്ധത്തിലുള്ള ആളാണ്. പെട്ടെന്നൊരു ദിവസം അവർ കയറി വരികയും ഞങ്ങളുടെ മോൻ്റെ പിറന്നാളാണെന്നറിഞ്ഞ് അത് സ്വന്തം കയ്യിൽ പൈസ മുടക്കി നടത്താം സമ്മതമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളതങ്ങ് വിശ്വസിച്ചു. അതിൻ്റെ പിന്നിൽ ഇതുപോലൊരു ചതി അവർക്കുണ്ടാകുമെന്ന് ആലോചിച്ചത് പോലുമില്ല. ഇവളെന്നോട് സാറാമ്മയുടെ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല. ശരിയാ, ഏട്ടനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ മോൻ്റെ കാര്യമല്ലേ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന രീതിയായിരുന്നു ഏട്ടന്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയില്ലേ? അന്നേരം രാധിക പറയുന്നുണ്ട്, ഞങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കണം. ഞങ്ങളെങ്ങനെയോ പതിയൊന്ന് പച്ച പിടിച്ച് വന്നതാ. അതവർക്ക് സഹിച്ചില്ല. അതിനുവേണ്ടിയാണ് അവർ ഈ ക്രൂരത ഞങ്ങളോട് കാണിച്ചത്. അതിന് കുഞ്ഞുങ്ങളെ കൂടി അവർ ബലിയാടാക്കി. അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. അതുകൊണ്ട് തന്നെ പണം എറിഞ്ഞിട്ടാണെങ്കിലും കേസൊക്കെ ഒതുക്കി തീർക്കാനും ഇതിൽ നിന്നും ഊരിപ്പോകാനും അവർ ശ്രമിക്കും. പക്ഷേ അതിന് ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല. അന്നേരം ജോൺസൺ പറഞ്ഞേ, അക്കാര്യം ഞാനും തീരുമാനിച്ചതാ. ഒന്നുമില്ലെങ്കിലും അവരെൻ്റെ മോൻ്റെ ജീവൻ എടുക്കാൻ നോക്കിയവരല്ലേ, അവരെ അങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ല. ഈ സമയം ജോൺസൻ്റെ ഭാര്യ പറയണേ, മോൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ അവർ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുവാണ് ജോൺസൺ ചേട്ടൻ. അന്നേരം രാധിക പറയുന്നുണ്ട്, അയ്യോ ജോൺസൺ ചേട്ടാ, അതൊന്നും വേണ്ട. അവരോട് അങ്ങനെയൊക്കെ പെരുമാറിയതുകൊണ്ട് ഒരു കാര്യമില്ല. കേസ് അന്വേഷണം നടക്കുവാണല്ലോ. നിയമത്തിൻ്റെ നടപടി കൂടി തന്നെ നമുക്ക് അവരെ നേരിടാം. ഞങ്ങൾ ACPനോട് കാര്യമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ACP നമ്മുടെ കൂടെ നിൽക്കും. ചെയ്ത തെറ്റിന് അവർ ശിക്ഷ അനുഭവിച്ചിരിക്കണം. അതിന് ജോൺസൺ ചേട്ടനും കൂടി അവിടെ ACPയുടെ ഓഫീസിൽ ഒരു പരാതി കൊടുത്താൽ അതിനൊരു ബലം കിട്ടും. അതിനെന്താ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നേരിട്ട് വന്നോ, അതിനും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മോനെ ഈ നിലയിലാക്കി അവരെ ഉണ്ടല്ലോ, ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ മോനാണ് സത്യം. നിങ്ങൾ പറയുന്നത് എവിടെയാണെങ്കിലും ഞാൻ വന്നിരിക്കും. അവർക്ക് വേണ്ടി എവിടെ വേണമെങ്കിലും ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും. കണിമംഗലത്ത് വന്ന് വരുണിൻ്റെ അച്ഛനെയും അമ്മയും പ്രത്യേകം ഇതിന് ക്ഷണിക്കണമെന്ന് പറഞ്ഞതും അവരുടെ നിർദ്ദേശമായിരുന്നു. അതിലൊക്കെ ഇത്രയും വലിയ ചതിയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അതിനവർ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ പരാതി തയ്യാറാക്കിക്കോ, അതിലെല്ലാത്തിലും ഞാൻ ഒപ്പിട്ട് തന്നിരിക്കും. അങ്ങനെ ജോൺസൻ്റെ ആ വാക്കുകൾ കൂടി കേൾക്കുന്നതോടെ വരുണിൻ്റെ അതിയേക്കും കൂടുതൽ ധൈര്യവുമാണ്. പിന്നീട് കാണിക്കുന്നത് സാറയുടെ ഫോണിലേക്ക് വിളിക്കുന്ന CI മോഹനെയാണ് കേട്ടോ. എന്തായി സാറേ കാര്യങ്ങളൊക്കെ? അന്നേരം മോഹൻ പറയണേ, രണ്ടിനെ ഞാൻ ശരിക്കും വിരട്ടിയിട്ടുണ്ട്. എന്നാണെങ്കിലും രണ്ടുപേരുടെയും ആറ്റുവാശ്ശേരി സദ്യ എന്നുള്ള പേര് നമുക്ക് കളഞ്ഞു വിളിക്കാൻ പറ്റിയല്ലോ. പിന്നെ ഇപ്പോൾ രണ്ടും കൂടി ആ ACPനെ ചുറ്റിപ്പെട്ട് നടക്കുവാണ്. രണ്ടിനും ഞാൻ നല്ലപോലെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അന്നേരം സാറ് പറയുന്നുണ്ട്, രണ്ടിനെ അങ്ങനെ ചുമ്മാ അതൊന്നും വില കുറച്ച് കാണണ്ട സാറേ. രണ്ടുപേർക്കേ നല്ല മെൻ്റൽ കപ്പാസിറ്റിയാണ് ഉള്ളത്. അതൊക്കെ എനിക്കറിയില്ലേ. മുമ്പ് ഞാൻ മുട്ടി നോക്കിയതല്ലേ രണ്ടെണ്ണത്തിനോടും. രണ്ടുപേരും കാരണം എൻ്റെ യൂണിഫോം തന്നെ നഷ്ടപ്പെട്ട് കുറേ നാൾ എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നത്. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയതായി യൂണിഫോം. പക്ഷേ മേഡമാണ് എനിക്ക് യൂണിഫോം തിരിച്ചെടുത്തു തന്നത്. എപ്പോഴും ഞാൻ പണവും പ്രതാപമുള്ളവരുടെ കൂടെ തന്നെയായിരിക്കും. എൻ്റെ യൂണിഫോം തിരിച്ചെടുത്തുന്ന മാഡത്തിന് വേണ്ടി മാഡം പറയുന്നത് എന്തും ഞാൻ ചെയ്തിരിക്കും. മാഡത്തിന് ശല്യമായിട്ട് അവർ മാറുന്നു തോന്നിക്കഴിഞ്ഞാൽ മാഡം ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. രണ്ടിനെയും കൊന്നുവരെ മാഡത്തിന് മുമ്പിൽ തന്നെ ഞാൻ കൊണ്ടുവന്നെത്തിക്കും. അന്നേരം അതൊക്കെ കേട്ടിട്ട് സാർക്ക് സന്തോഷമാവുന്നുണ്ട്. എന്നാണെങ്കിലും ഞാൻ ആവശ്യം വന്നാൽ വിളിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അങ്ങ് ചെയ്തു തന്നാൽ മാത്രം മതി. മാഡം എന്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോ, എല്ലാത്തിനും മുമ്പിൽ ഞാൻ തന്നെ ഉണ്ടാകും. അങ്ങനെ അതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ്ടോ സാറ. പിന്നീട് കാണിക്കുന്നത് സാറ ഫോണിൽ ആരോടൊക്കെയോ സംസാരിക്കുവാണ്. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ സംസാരിച്ച് ഫോണൊക്കെ കട്ട് ചെയ്ത് ചന്ദ്രശേഖരൻ്റെ അരികിലേക്ക് എത്തുക. എന്നിട്ട് പറയണേ, ഞാനേ രാധികയെക്കുറിച്ചും രാധികയുടെ ആറ്റുവാശ്ശേരി സദ്യയെക്കുറിച്ചും എൻ്റെ പല ഫ്രണ്ട്സിനോടുമൊക്കെ പറഞ്ഞിരുന്നു. അധികം വൈകാതെ തന്നെ അവളുടെ ആറ്റുവാശ്ശേരി സദ്യ എന്നേക്കുമായി പൂട്ടിക്കുമെന്നും പറഞ്ഞു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിക്കുവാണ്. ഈ സമയം ചന്ദ്രശേഖരന് പറയണേ, സത്യം പറയാലോ സാറാ, താൻ എന്നെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. ആറ്റുവാശ്ശേരി സദ്യ തകർക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും പെട്ടെന്ന് തന്നിൽ നിന്ന് ഇങ്ങനൊരു നീക്കം അത് ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല. അന്നേരം സാറ് പറയണേ, അങ്ങനെ ആയിരിക്കണം ചന്ദ്രശേഖർ, നമ്മുടെ നീക്കങ്ങൾ വളരെ ഫാസ്റ്റ് ആയിരിക്കണം. കണിമംഗലത്ത് നിന്ന് അവരെ ഇറക്കി വിട്ടപ്പോൾ അവർ പിടിച്ചു നിൽക്കാനായിട്ട് മറ്റൊരു മാർഗം കണ്ടെത്തി. ആ മാർഗമാണ് നമ്മളിപ്പോൾ നീക്കമായിട്ട് വെട്ടിയത്. ഇനി കുറച്ചുകൂടി ഒന്ന് പിടിമുറുക്കിയാലേ ജീവിക്കാൻ വേറൊരു മാർഗ്ഗമില്ലാതെ രണ്ടും കൂടി ഏതെങ്കിലും ഒരു മരത്തിൽ കെട്ടി തൂങ്ങിച്ചാകും.
ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ സമയം ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന പത്മിനി സാറോട് പൊട്ടിത്തെറിക്കണേ. എന്ത് ദ്രോഹം ചെയ്തിട്ടാ എൻ്റെ മക്കളോട് നീ ഇങ്ങനെയൊക്കെ ദ്രോഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? എന്തിനാ എൻ്റെ മക്കളുടെ പിന്നാലെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്? അതെ, ഈ സാറെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കായിട്ടില്ല. അതിനുള്ള ഒരവകാശവും നിങ്ങൾക്ക് ഈ വീട്ടിലല്ല. ഇവിടുത്തെ ആശ്രിതരായിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അക്കാര്യം മറന്ന് എൻ്റെ മേലെ ചാടിക്കയറാൻ നോക്കിയാലുണ്ടല്ലോ, പിന്നെ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് പടിയിറങ്ങി പോകേണ്ടി വരും. അന്നേരം പത്മിനി പറയണേ, ചന്ദ്രശേഖര, നീയും കൂടി ഇതിനെ കൂട്ടി നിൽക്കുകയാണല്ലോ. എൻ്റെ മക്കൾ നിന്നെ എത്ര സ്നേഹിച്ചിട്ടുള്ളതാ? ഓ, അവരെന്നെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. സ്നേഹിച്ചാണല്ലോ അങ്ങ് ജയിൽ വരെ എത്തിയത്. അന്നേരം പരമേശ്വരൻ പറയണേ, ചന്ദ്രശേഖര, നീ ജയിലിലായിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്ത തെറ്റുകളുടെ ഫലമാണ്. ഈ സമയം സാറ് ചോദിക്കണേ, എന്താ ഇപ്പം നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ ഈ ചതി നിറഞ്ഞ പ്രവർത്തികൾ കണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അറിയാതെ പ്രതികരിച്ചു പോകുക. അന്നേരം സാറ പറയണേ, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഈ ചതിയന്മാരുടെ ഇടയിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോ. എന്താ, കണിമംഗലം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ? കണിമംഗലം നഷ്ടപ്പെട്ട് കണിമംഗലം പരമേശ്വരന് എല്ലാവരുടെയും മുമ്പിൽ തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ നിന്നിറങ്ങിയ ഒരു 10 നിമിഷത്തിനകം നിങ്ങൾ കൊഴിഞ്ഞു വീണ് മരിക്കില്ലേ? അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ എന്തെങ്കിലും തിന്നും കുടിച്ചും ഒരു റൂമിൽ നിങ്ങൾക്കിവിടെ ജീവിച്ചു പോകാം മരണം വരെ. രാധികയുടെയും വരുണിൻ്റെയും ജീവിക്കാനുള്ള വഴിമുടക്കിയാലും ശരി, ഇനി അഥവാ ജീവൻ തന്നെ എടുത്താലും ശരി, ആരും സാറെ ചോദ്യം ചെയ്യാനായിട്ട് വരണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ് സാർ അവിടെ നിൽക്കുകയുണ്ടോ ദേഷ്യത്തിൽ. ഈ സമയത്തായിരിക്കും കണമംഗലത്തിലെ മുറ്റത്ത് ACPയുടെ ജീപ്പ് വന്ന് നിൽക്കുന്നത്. പിന്നാലെ വരുണും രാധികയും അതുപോലെ ചന്ദ്രകയും ജോൺസൻ്റെ കുഞ്ഞും എല്ലാവരും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാറെ അറസ്റ്റ് ചെയ്യാനായിട്ട് തന്നെയാണ് ACP ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ശ്യാമ പാടിയ ഒരു പാട്ട് തന്നെ റേഡിയോയിൽ വെച്ച് കൊടുക്കുവാണ് കേട്ടോ ഊർമിള. ഈ സമയം ശ്യാമയാണെങ്കിൽ ആ പാട്ട് കേൾക്കുവാണ്. അങ്ങനെ അത് കേട്ട് ആ പാട്ട് ആസ്വദിച്ചിരിക്കുവാണ് കേട്ടോ. അത് താൻ തന്നെ പാടിയതാണെന്ന് പോലും ശ്യാമക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ് ഊർമിളയും. ഈ സമയം ശ്യാമ ചോദിക്കുന്നുണ്ട്, ആരായി പാട്ട് പാടിയത്? നല്ല പാട്ട്, ആരാ പാടിയതെന്നറിഞ്ഞാൽ പറഞ്ഞു തരണേ എന്ന് ശ്യാമ പറയുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരി വെച്ച് രാധികയും വരുണും അതുപോലെ ജയഭാരതി അമ്മയും കൂടി സാറയെക്കുറിച്ച് തന്നെ സംസാരിക്കുവാണ്. ജയഭാരതി അമ്മ രാധികയോട് പറയണേ, കണമംഗലത്തേക്കുള്ള സാറയുടെ ആദ്യ വരവിൽ തന്നെ എനിക്ക് സംശയം തോന്നിയിട്ടുള്ളതാണ്. അവളെ സംസാരിക്കുന്ന ഓരോ വാക്കും അളന്നും തൂക്കിയൊക്കെ തന്നെയായിരുന്നു. എന്തോ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചതുപോലെ. അങ്ങനെ കണമംഗലത്തേക്ക് വന്നു കയറാൻ അവരാരാ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്